ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല മാർഗത്തിൽ ചെലവഴിക്കേണ്ട പണമാണ് ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ആഭരണ ഭ്രമമാണ് സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യം. ഈ രണ്ട് സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം. ശരി, അവിവാഹിതരായ യുവാക്കൾ നേരത്തെ വിവാഹം കഴിക്കണം. വിവാഹത്തിന്റെ ആചാര ഉപചാരങ്ങൾ കുറക്കണം. കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് കലണ്ടർ നോക്കി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യലാകണം. അല്ലാതെ ഭക്ഷണ പരിപാടിയാകരുത്. 1000 ആളും 100 ആളും ഒക്കെ പങ്കെടുത്തിട്ട് കല്യാണ നിശ്ചയം നടത്തലാകരുത്. നിക്കാഹ് വേറെ നടത്തലാകരുത്. കല്യാണത്തിന്റെ പാർട്ടി വേറെ ആകരുത്. കല്യാണം ഒരു സ്ഥലത്താക്കണം. നമ്മളെ നാട്ടിലൊക്കെ എന്താ ചെയ്യാം? എന്റെ കല്യാണം ഉണ്ടെന്ന് പറയും പെണ്ണ്, എന്റെ കല്യാണമുണ്ടെന്ന് പറയും ആണ്. 2 കല്യാണം ഉണ്ടോ? ഇല്ല, ഒരു കല്യാണേ ഉള്ളൂ. ഒരു കല്യാണല്ലേ ഉള്ളൂ, പിന്നെന്താ 2 കല്യാണം, 2 ശാപ്പാട്. അതുകൊണ്ട് കല്യാണത്തിന് എല്ലാവരും ഒരു സ്ഥലത്തേക്ക് വിളിക്കലാക്കുക. ഒരു ഹാളിലേക്ക്, അല്ലെങ്കിൽ മദ്രസയിലേക്ക്, അല്ലെങ്കിൽ പള്ളിയിലേക്ക്, ചെലവില്ലാത്ത സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ എല്ലാവരും വരിക. പുരുഷന്റെ വകയായി കല്യാണത്തിന്റെ ചെലവ് വലീമ, പായസം കൊടുക്കുക. കല്യാണം കഴിഞ്ഞ് എല്ലാവരും പിരിയാം. പെണ്ണിനെയും പെണ്ണിന്റെ കൂട്ടുകാരികളെയും കൊണ്ട് ആണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടിലേക്ക് പോവുക. പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിള പോകുന്ന പരിപാടി ഇസ്ലാം മതത്തിൽ ഇല്ല. പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന പരിപാടി ഇല്ല. പിന്നെയോ പുതുക്കം പോകലാ ഉള്ളത്. കാരണം പെണ്ണ് താമസിക്കേണ്ടത് ആണിന്റെ ചെലവിലാണ്. ഇതാ ഇസ്ലാം മതം പറയുന്നത്. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ. മനസ്സിലായില്ലേ? അതുകൊണ്ട് കല്യാണം ലളിതമാക്കുക. വിവാഹ വസ്ത്രങ്ങൾ അല്പം വില കൂടിയതാകാം, പക്ഷേ ഒന്ന് മൂത്രമൊഴിച്ചാൽ കഴുകാൻ പോലും പറ്റാത്ത വലിയ വില കൂടിയതാകരുത്. വലിയ വാച്ചും വില കൂടിയ പരിപാടികളും ആകരുത്. ആഭരണം ഒരു തരി പോലും ധരിക്കരുത്. ഒരു തരി പോലും ആഭരണം ഇല്ലാതാക്കണം. കല്യാണത്തോടനുബന്ധിച്ച് സൽക്കാര പരമ്പരകൾ ഒഴിവാക്കിയിട്ട് സൗഹൃദ സന്ദർശനങ്ങളാക്കുക. കല്യാണം കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പുതിയാപ്പിളിയും പുതിയണ്ടും പിന്നെ സൽക്കാരത്തിന് നടക്കാം. എങ്ങനെ സൽക്കാരത്തിന് പോവുക? ലീവ് എടുത്തിട്ടും കട ഒഴിവാക്കിയിട്ടും ഒക്കെ പോവും. എന്തിന്? ഒരു ബിരിയാണി തിന്നാൻ. എന്നിട്ടോ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിള പത്രം വായിച്ച് അവിടെ പൂങ്കത്തിരിക്കും. പെണ്ണോ അവിടെ അപ്പുറത്ത് പത്തിരി പരത്തുന്നുണ്ടാവും. ചങ്ങാതിമാരെ അവനും അവളും ഒപ്പം തൊട്ടുരുമി കുറച്ചു കാലൊക്കെ നടന്നോട്ടെ. നിങ്ങളെന്തിനാ ഈ സൽക്കാരം കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? സൽക്കാര പരമ്പരകൾക്ക് പകരം സൗഹൃദ സന്ദർശനങ്ങളാകുക. റമദാൻ മാസത്തിലാവുമ്പോ നല്ല പരിപാടിയാണ്. റമദാൻ മാസത്തിലാണ് സൗഹൃദ സന്ദർശനത്തിന് ഏറ്റവും നല്ല. എല്ലാ വീട്ടിലും കുടുംബത്തിലും പോകാൻ. രാവിലെ അങ്ങ് പോവുക, വൈകുന്നേരം ആകുമ്പോഴത്തേന് എവിടെയെങ്കിലും എത്താം. എല്ലായിടത്തും പോവുക. വളരെ സുഖമാണ്. ഭക്ഷണം ഉണ്ടെങ്കിലേ നമുക്ക് എന്തുമാകൂ എന്നതാണ് ചിന്ത. ജനിച്ചാലും മരിച്ചാലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചാലും മരിച്ചാലും നമ്മളെ മുസ്ലിയാക്കന്മാർക്കും നാട്ടുകാർക്കും സന്തോഷം കുലാവി കുടിക്കാം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ഭാര്യമാര് റസൂലുള്ള വഫാത്തായ ശേഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. 4 ഖലീഫമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. 100ഓളം കൊല്ലം ജീവിച്ച ആൾക്കാരുണ്ട്. അവരാരും നബി മരിച്ചതിന്റെ പേരിലും ജനിച്ചതിന്റെ പേരിലും കുലാവി കുടിച്ചിട്ടില്ല, പായസം കഴിച്ചിട്ടില്ല, നബിദിനം ആഘോഷിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും എന്തിനും പരിപാടിയാണ്. പാവപ്പെട്ട വീടുകളിൽ കല്യാണം നടന്നാൽ പിന്നെ സൽക്കാരത്തിന് എത്ര പണം ചെലവാക്കണം അവര്? ഒരു കോഴി വാങ്ങാൻ അല്ലേ, ബിരിയാണി വെക്കാൻ എത്ര പൈസ ചെലവുണ്ട്? അതുകൊണ്ട് സൽക്കാര പരമ്പരകൾ ഒഴിവാക്കിയിട്ട് സൗഹൃദ സന്ദർശനങ്ങളാക്കുക. കല്യാണത്തിന് തേടിപ്പോകുന്ന ഏർപ്പാടുകൾ ഒഴിവാക്കുക. 1ാം സൽക്കാരം, 2ാം സൽക്കാരം, 3ാം സൽക്കാരം, നോമ്പിന് സൽക്കാരം, പെരുന്നാൾ സൽക്കാരം എന്നിങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അതൊക്കെ മാറ്റിവെക്കുക. മനുഷ്യന്മാർ തമ്മിൽ മനസ്സുകൊണ്ടടുക്കുക. ചടങ്ങുകൾ നമുക്ക് തടസ്സമാകരുത്, ജാടകൾ നമുക്ക് തടസ്സമാകരുത്. ഈ രീതിയിലാകണം. ശരി, സ്ത്രീധനം വാങ്ങിപ്പോയ ഇന്നലെയോ കഴിഞ്ഞ കൊല്ലമോ 10 കൊല്ലം മുമ്പോ 50 കൊല്ലം മുമ്പോ പണമായോ പണ്ടമായോ പറമ്പായോ അറയായോ വിസയായോ ജോലി വാഗ്ദാനമായോ സ്ത്രീധനം വാങ്ങിപ്പോയ വല്ല ദൗർഭാഗ്യവാന്മാരും നമ്മുടെ നാടുകളിലുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധക്കായി ഞാൻ പറയട്ടെ, തിരിച്ചു കൊടുക്കണം. ഇത് ആരാന്റെ ഹക്കാണ്, അന്യന്റെ അവകാശമാണ്. സ്ത്രീധനം തെറ്റാണ്, കുറ്റമാണ്. അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം. ഇന്ന് തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ട്, പണമുണ്ട്, അല്ലെങ്കിൽ പറമ്പുണ്ട്, വീടുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്. മാസം തോറും ചില്ലറ സംഖ്യകൾ കൊടുത്തിട്ടെങ്കിലും വീട്ടാനുള്ള സമയമുണ്ട്. എന്നാൽ മരിക്കാൻ നേരത്തെ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കൂടെ വരും. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, റബ്ബേ കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ ഒന്ന് നീട്ടിത്തരൂ. ഫഅസ്വദ്ദഖ, ഞാനൊന്ന് ദാനം ചെയ്യട്ടെ. വാക്കും മിനസ് സാലിഹീൻ, ഞാൻ നല്ലവനാകട്ടെ എന്ന് പറയുന്ന ഘട്ടം വരും. പക്ഷേ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഖജനാവിൽ നമുക്ക് വേണ്ടി സമയമുണ്ടാവില്ല, പണമുണ്ടാവില്ല, പണമെടുക്കാൻ കഴിയില്ല. അത് മരണത്തിന്റെ രംഗം.
വരലോകത്ത് ഖിയാമത്ത് നാളിലോ കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയാൽ കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു കൊമ്പ് കൊടുക്കും, എന്നിട്ട് തിരിച്ചു കുത്താൻ പറയും. ഇന്ന് അമ്മോശൻ പുതിയാപ്പിളയെ കാണുമ്പോൾ, അളിയൻ പുതിയാപ്പിളയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനത്തോടുകൂടി, അല്ലേ? എന്നാൽ നാളെ പരലോകത്ത് വെച്ച് അങ്ങനെയല്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്ന് നാം, അന്നേ ദിവസം നാം അവരുടെ നാവുകൾ സീല് വെക്കും. വതുകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും എന്ന രംഗമാണ് വരാൻ പോകുന്നത്. തൊലികൾ പോലും സംസാരിക്കും. എന്താണ്? സ്കിൻ തൊലികൾ സംസാരിക്കുകയാണ്. ലിമ ശഹിത്തും അലൈനാ, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു? എങ്ങനെ സാക്ഷി പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം തൊലികൾ പറയും. അൻതഖലല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും സംസാര ശേഷി നൽകിയ അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത് എന്ന്. അതുകൊണ്ട് അമ്മോശൻ പറയും പുതിയാപ്പിളയോട് എടുകാശ്, അളിയൻ പറയും എടുക്കുകാശ്. തുണിയും കുപ്പായവും ഇല്ലാതെയാണ് പരലോകത്ത് ചെല്ലുക. യുഹ്ശറുന്നാസു ഉറാത്തൻ ഹുഫാത്തൻ ഗുർലാ, നഗ്നപാതരായി, നഗ്നരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, ഉടുപുടവയില്ലാതെയാണ് പരലോകത്ത് ചെല്ലുക. അപ്പോൾ അമ്മോശൻ കാശ് ചോദിക്കുമ്പോൾ കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് സഹോദരാ, ഇപ്പോൾ കൊടുത്തോ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൻ കാന ലഹു മദ്ലുമത്തും മിൻ അഖീഹി, ആർക്കെങ്കിലും വല്ലത് അന്യായമായത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഫല്യതഹല്ലൽഹു അൽയൗമ, ഇന്ന് തന്നെ അതിൽ നിന്ന് ഒഴിവാകണം. മിൻ ഖബലി യഅതി യൗമുൻ ലാ ദിർഹമ വലാ ദീനാർ, ഒരു ദിർഹമും ഒരു ദീനാറും ഇല്ലാത്ത ദിവസം വരുന്നു അതിനു മുമ്പായി. പണമില്ലാത്ത, പണിയില്ലാത്ത, തുണിയില്ലാത്ത, ലോക്കറില്ലാത്ത, ബാങ്ക് ബാലൻസ് ഇല്ലാത്ത, അലമാരയില്ലാത്ത, കീശയില്ലാത്ത ദിവസം പരലോകത്ത് വരാൻ പോകുന്നു. അന്ന് ഒന്നും കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരുടെ തിന്മകൾ ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തികഞ്ഞില്ലെങ്കിൽ നമ്മുടെ നന്മ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ട് അമ്മോശന്മാരും അളിയന്മാരും എന്ത് ചെയ്യണം? സ്ത്രീധനം വാങ്ങിയ നിങ്ങളുടെ മകളെ, നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ച പുതിയാപ്പിളമാരോട്, അളിയന്മാരോട് നിങ്ങൾ പറയണം, മക്കളെ തിരിച്ചു തന്നേക്കിന്നെന്ന്. അവര് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറയണം? അളിയനോട്, അളിയ നിങ്ങൾ വാങ്ങിയ സ്ത്രീധനം അങ്ങ് തിരിച്ചു തന്നേന്ന്. അമ്മോശനും പറയണം, തിരിച്ചു തന്നേന്ന്. അമ്മോശൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. ചില ആളുകൾ പറയും, സ്ത്രീധനം തിരിച്ചു കൊടുത്താൽ അവര് വാങ്ങൂല, വാങ്ങുന്ന കാര്യം ഞാൻ ഏറ്റോളാം, നിങ്ങൾ എന്റെ അടുത്ത് തന്നാൽ ഞാൻ കൊടുത്തോളാം. കൊടുക്കാൻ പറ്റും. അമ്മോശൻ മരിച്ചിട്ടുണ്ടെങ്കിലോ അനന്തരാവകാശികൾ കൊടുക്കണം. അതുകൊണ്ട് സ്ത്രീധനം എന്ന ഇടപാട് നമുക്ക് മോചനം നേടണം. നാളെ മുതൽ സ്ത്രീധനത്തിനെതിരെ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാകണം. വിവാഹങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും വിവാഹത്തിന്റെ ദല്ലാളിമാരാകണം. പൈസ വാങ്ങാത്ത ദല്ലാളിമാര്, നുണ പറയാത്ത ദല്ലാളിമാര്, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹിനോട് ദ്വാരക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന നല്ലവരായ ആണുങ്ങൾക്കും നല്ലവരായ പെണ്ണുങ്ങൾക്കും, മക്കനെയും ഫുൽക്കയുമുള്ള നല്ല നല്ല പെണ്ണുങ്ങൾക്ക് കല്യാണം ഉണ്ടാക്കി കൊടുക്കുക. അത് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക. ഏറ്റവും പ്രായം കൂടിയ പെണ്ണുങ്ങൾക്ക് വേഗം കല്യാണം ഉണ്ടാക്കുക. ഒരു 21 വയസ്സുകാരൻ വന്നാൽ 20 വയസ്സായ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതവന് സാധ്യമല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 18 അങ്ങനെയാകണം. 25 വയസ്സായ ഒരാൾ വന്നാൽ 24 വയസ്സായ ഒരു പെണ്ണിനെ തരട്ടെ എന്ന് ചോദിക്കണം. കാരണം പ്രായമേറിയ പെണ്ണിന്റെ വിഷമങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് കാലം ഒരു സ്വപ്നം കണ്ടു. കല്യാണങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ, ആരവങ്ങളും തോരണങ്ങളുമായി നടക്കുമ്പോൾ, പുതിയാപ്പിളയും പുതിയണ്ണും അങ്ങനെ കല്യാണം കഴിഞ്ഞ് സുഖത്തിൽ ആറാടി നടക്കുമ്പോൾ ഈ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ട്. അവരുടെ വേദന നമ്മൾ അറിയുന്നില്ലേ? അവരൊരുപാട് കാലം സ്വപ്നം കണ്ടു, പിന്നെ അവർ സ്വപ്നം കാണുന്നത് നിർത്തി. അവർ നിരാശരായി, പലപ്പോഴും നെടുവീർപ്പിട്ടു. അവരൊറ്റക്ക് ബാത്റൂമിൽ കക്കൂസിൽ പോയി പൊട്ടിക്കരയുന്നുണ്ട്. ഇല്ലേ ചങ്ങാതിമാരെ? ഉണ്ട്. അവരുടെ വേദന നമ്മൾ അറിയണം. അവർക്ക് വേണ്ടി ഒരു സംഘടനയില്ല, അവർക്ക് വേണ്ടി പ്രസിഡന്റും സെക്രട്ടറിയും ഇല്ല, അവർക്ക് വേണ്ടി അനുയായികളില്ല. നമ്മൾ അവരുടെ ആളായി മാറണം. അവിവാഹിതകളുടെയും വിധവകളുടെയും വിവാഹമോചിതകളുടെയും ആളായി മാറണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഭർത്താക്കന്മാര് മരിച്ചുപോയ വിധവകളുടെയും അഗതികളുടെയും സേവകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദാണ്. രാത്രി മുഴുവൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, എല്ലാ ദിവസവും പകൽ നോമ്പെടുക്കുന്ന മുജാഹിദാണ് ആര്? വിധവകളുടെ സേവകൻ. ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് പുണ്യമാണ്. അഗതികളെ കല്യാണം കഴിക്കുന്നത് പുണ്യമാണ്. പാവങ്ങളെ കല്യാണം കഴിക്കുന്നത് പുണ്യമാണ്. അങ്ങനെയൊക്കെയുള്ള മാർഗത്തില് നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ഈ സമ്മേളനത്തിന്റെ, ഈ സദസ്സിന്റെ മുദ്രാവാക്യമായി നമുക്ക് പറയാം, എല്ലാ നല്ലവർക്കും വിവാഹം.
എല്ലാ നല്ലവർക്കും വിവാഹം എളുപ്പമാക്കുക. സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് ഈ രീതിയിൽ. അപ്പോൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക, സ്ത്രീധനമുള്ള വിവാഹത്തിന് ദയവായി ക്ഷണിക്കാതിരിക്കുക, സ്ത്രീധനമുള്ള വിവാഹത്തിന് ദയവായി ക്ഷണിക്കാതിരിക്കുക. നിങ്ങൾ കുറെ സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുക. ഒട്ടിക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക. സ്ത്രീധന വിരുദ്ധ സമിതി ഉണ്ടാക്കുക, സ്ത്രീധന വിരുദ്ധ സെമിനാർ നടത്തുക. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ചങ്ങാതിമാരെ ആലോചിക്കുക, ആരെങ്കിലും നമുക്കെതിരെ കല്ലെറിഞ്ഞുവെങ്കിൽ അവരെന്തിനാ കല്ലെറിഞ്ഞത്? അവരെന്തിനാ കുപ്പിയെറിഞ്ഞത്? ഇവിടെ എന്താ നടന്നത്? ഇവിടെ നിരീശ്വരവാദികളും നിർമ്മതവാദികളും പ്രസംഗിക്കാറില്ലേ? ഇവിടെ സിനിമകൾ നടക്കുന്നില്ലേ? സ്ത്രീധനം വാങ്ങുന്ന കള്ളന്മാരെ കല്യാണം നടക്കാറില്ലേ? ആരെങ്കിലും കുപ്പിയെറിയാറുണ്ടോ? ആരും എറിയരുത് കേട്ടോ. ഒന്നിനും നമ്മൾ എറിയാൻ പാടില്ല. കാരണം നമ്മൾ NDF-കാരല്ല, നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല, നമ്മൾ മനുഷ്യന്മാരാണ്, മാന്യന്മാരാണ്. പോലീസുണ്ട് ഇവിടെ, പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് തിരിച്ചു തല്ലാൻ അവകാശമില്ല, തിരിച്ച് കല്ലെറിയാൻ അവകാശമില്ല. പോലീസുകാരന്റെ കയ്യിൽ ലാത്തിയുണ്ട്, അതിന് നിയമങ്ങളുണ്ട്. അവരുടെ കയ്യിൽ തോക്കുണ്ടാകും, അതിനും നിയമങ്ങൾ ഉണ്ടാകും. മുകളിൽ നിന്നുള്ള കൽപ്പന പ്രകാരം മാത്രം അവർ കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അതാണ് ഇസ്ലാം മതം. നമുക്ക് സ്വയം നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. നമുക്ക് നിയമം സ്വയം കയ്യിലെടുക്കാൻ അധികാരമില്ല. കഠവന്റെ കൈമുറിക്കാത്ത, വിചരിച്ചവന് എറിഞ്ഞുകൊല്ലാത്ത രാജ്യമാണിതൊക്കെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചൂടാകും. ശരി, ജമാഅത്തുകാരാ, നിന്റെ മകൻ കട്ടാൽ നീ കൈമുറിക്കുവോ? ഇല്ലേ? കയ്യില്ലേ നിന്റെ മകന്? നിനക്ക് കയ്യില്ലേ? ഉണ്ട്. വീട്ടിൽ കത്തിയില്ലേ? ഉണ്ട്. എന്താ മുറിക്കാത്തത്? പിന്നെ ആരാന്റെ കാര്യത്തിൽ മാത്രം നിയമം? NDF-കാരന്റെ വീട്ടിൽ മോഷണം നടന്നാൽ കൈമുറിക്കുവോ? ഇല്ല. പിന്നെ RSS-കാരത്തെല്ലാം മാത്രം ഇസ്ലാം മതം. ബേപ്പൂരിൽ 7 അമുസ്ലിം സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങൾ അറുകൊല ചെയ്തു. മറിച്ചും 6 മുസ്ലിങ്ങളെ അമുസ്ലിം സഹോദരങ്ങൾ അറുകൊല ചെയ്തു. ഇത് നിയമം കയ്യിലെടുക്കലാണ്. ഇങ്ങനെ ഓരോരുത്തർ ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാജ്യം എവിടെയെത്തും? ഇങ്ങോട്ട് കല്ലെറിഞ്ഞ ചങ്ങാതിമാരെ പിടികിട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അയാളെ തല്ലിക്കൊല്ലുക എന്ന് വിചാരിച്ചോളി. ഇങ്ങനെയായ രാജ്യം അരാജകത്വത്തിലാവും, ഇല്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, കല്ലെറിഞ്ഞാൽ തിരിച്ച് കല്ലെറിയരുത്, തല്ലിയാൽ തിരിച്ച് തല്ലരുത്, കൊന്നാൽ തിരിച്ച് കൊല്ലരുത്, സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അവർക്ക് അവരുടെ കാര്യങ്ങൾ ന്യായമായ രീതിയിൽ ചെയ്യട്ടെ. ആ രീതിയിൽ എന്തെങ്കിലും അനീതി സംഭവിക്കുകയോ അപാകത സംഭവിക്കുകയോ ചെയ്താൽ പരലോകത്ത് സ്വർഗമുണ്ട് മക്കളെ. ആ സ്വർഗത്തിൽ എല്ലാവർക്കും സുഖമാണ്. അതുകൊണ്ട് നട്ടലിലുള്ള തന്റെ ഇടമുള്ള വിവേകമുള്ള ആളുകളായി നമ്മൾ മാറണം. ധീരമായി നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെ? ഈ രംഗത്ത് ഇതൊക്കെ നമുക്ക് ആവേശമാകണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളെ കല്ലെറിഞ്ഞവർ നാളെ നമ്മുടെ മുന്നണി പോരാളികളായി വരും. എറണാകുളത്ത് കല്ലൂരിൽ 2 ദിവസം പ്രസംഗിക്കാൻ ചെന്നു. അന്ന് കരാട്ടെ പഠിച്ച 5-8 യുവാക്കൾ വന്ന് സ്റ്റേജ് കയ്യേറി ആക്രമിച്ചു. പിറ്റത്തെ വർഷം അവിടുന്ന് ആ ചെറുപ്പക്കാർ എന്റെ അടുക്കൽ വന്നു, അവിടെ പ്രസംഗിക്കാൻ വരണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇബ്രാഹിം നബിയോട് ദുആ ചെയ്യാൻ പാടില്ല, ഇസ്മായിൽ നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, ഈസാ നബിയോട് ദ്വാരക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി വാൾ ഉയർത്തിപ്പിടിച്ച് വന്ന ആളല്ലേ? അല്ലേ? ആണ്. എന്നിട്ടോ വഴിക്ക് വെച്ചാണ് എന്ന് തുടങ്ങി പടച്ച തമ്പുരാന്റെ തിരുവചനം ഖുർആൻ സ്വന്തം പെങ്ങളുടെ നാവിൽ നിന്ന് കേട്ടത്. എവിടെ മുഹമ്മദ് എന്ന് അന്വേഷിക്കുന്നു അദ്ദേഹം. ദാറുൽ അർഖമിൽ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് കയറി ചെന്നു. അവിടെ കൂടി നിൽക്കുന്ന ചങ്ങാതിമാര് നബിയോട് പറഞ്ഞു, നബിയെ, ഉമർ വരുന്നുണ്ട്, വാൾ ഉയർത്തിപ്പിടിച്ച് വരാൻ പറയാന്ന് പറഞ്ഞു. ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഒരു ജൂത പെൺകുട്ടി ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയിൽ ചപ്പുചവറുകൾ വാരിയ കൊട്ടയുമായി കാത്തു നിന്നിട്ട് നബിയുടെ മേലെ ആ ചപ്പുചവറുകൾ കൊണ്ടിടുന്ന ഒരു പെൺകുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം തുടച്ചു വൃത്തിയാക്കി കടന്നു പോകും. ശപിച്ചില്ല, പഴിച്ചില്ല, മുറുമുറുന്നില്ല, പിറുപിറുത്തില്ല, കൊല്ലടാന്ന് പറഞ്ഞില്ല, തല്ലടാന്ന് പറഞ്ഞില്ല. NDF ആയില്ല, PDP ആയില്ല, ജമാഅത്തെ ഇസ്ലാമി ആയില്ല, സോളിഡാരിറ്റി ആയില്ല. പിന്നെയോ ശാന്തമായി കടന്നുപോയി. ഒരിക്കൽ അതിലെ പോയപ്പോ അവളെ കണ്ടില്ല. അപ്പൊ അദ്ദേഹം അന്വേഷിക്കുകയാണ്, എവിടെയാ പെണ്ണെന്ന്. ആരോ പറഞ്ഞു അവൾക്ക് സുഖമില്ല. നേരെ ഔലിയാക്കന്മാരോട് കളിച്ചാ ഇങ്ങനെ ഉണ്ടാകും, കുരുത്തക്കേട് തട്ടിയതാന്ന് പറഞ്ഞോ? ഇല്ല. നേരെ ആ വീട്ടിൽ കയറി ചെന്നു. അവളുടെ കിടക്കരികിൽ ഇരുന്നു. എന്നിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ലോകരുടെ രക്ഷിതാവേ, ഇശ്ഫി, ഈ രോഗിയുടെ അസുഖം നീ മാറ്റണമേ. അൻത ശാഫി, നീയാകുന്ന രോഗം ശിഫയാക്കുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉ,
നിന്റെ പക്കൽ നല്ല രോഗശമനമില്ല, ശിഫാ ലാ യുഗാദിറു സഖ്മ, എല്ലാ രോഗവും ശമിപ്പിക്കുന്നവനാണ് നീ എന്ന് പ്രാർത്ഥിച്ചു. ആ പെണ്ണ് അത്ഭുതപ്പെട്ടു. പടച്ചോനെ, എന്നും എപ്പോഴും ചപ്പുചവറുകൾ വാരിയിടാറുള്ള ഈ മനുഷ്യൻ ഇതാ എന്റെ അടുക്കൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അവൾ പ്രഖ്യാപിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. മനസ്സിലായോ? മുജാഹിദ് പ്രസ്ഥാനം രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു സാധാരണ ബുദ്ധി മാത്രമാണ്. വലിയ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. മലപ്പുറം ജില്ലയിലെ അരീക്കോട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ സേവക നായകനായിരുന്ന NV അബ്ദുസ്സലാം മൗലവി ക്ലാസ് എടുക്കുകയാണ്. ഒരു ദിവസം ഖുർആനിലെ ഒരു ആയത്തോതി, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അല്ലാഹു പോരെ, അടിമക്ക് അല്ലാഹു പോരെ എന്ന ആയത്ത്. അത് കേട്ടപ്പോ അവിടുത്തെ ജാറ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ബിച്ചമ്മാക്ക, ഒരു നാടൻ മനുഷ്യൻ, അബ്ദുസ്സലാം ആ ആയത്തൊന്ന് എഴുതിക്കൊണ്ടാന്നു, അതിന്റെ അർത്ഥം എഴുതിക്കൊണ്ടാന്നു. എഴുതി വാങ്ങി നേരെ മുസ്താദിന്റെ അടുത്ത് ചെന്നു, കാദിയുടെ അടുത്ത് ചെന്നു. നിലവിളക്കുള്ള ഒരു പള്ളിയാണ് അവിടെ നടക്കുന്നത്. അവിടെ ചെന്ന് ചോദിച്ചു, ഉസ്താദെ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടോന്ന് ചോദിച്ചു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അല്ലാഹു പോരെ എന്നൊരു ആയത്തുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അടിമക്ക് അല്ലാഹു പോരെ എന്നാണോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എങ്കിൽ അടുത്ത നേർച്ചക്ക് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു കോമൺ സെൻസ്, ഈ ഒരു സാമാന്യമായ ബുദ്ധി, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സംസാരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം പ്രവാചകന്മാരുടെ മാർഗമാണ്. പ്രവാചകന്മാര് പ്രസംഗിച്ചപ്പോൾ, പ്രവാചകന്മാര് പ്രവർത്തിച്ചപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ എതിർത്തിട്ടില്ല, ശപിച്ചിട്ടില്ല. മാന്യമായി മധുരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ മാർഗത്തിൽ എപ്പോഴും മുന്നേറണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഈ രാജ്യത്ത് ഇനി ഒരാളും ഒരു പെണ്ണും സ്ത്രീധനം കൊടുക്കാൻ ഇടയാകരുത്. ഒരു പെണ്ണിന്റെ രക്ഷിതാവും സ്ത്രീധനത്തിന് വേണ്ടി തെണ്ടാനിടയാകരുത്. ശരി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിസ്മി അവിവാഹിതരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കാസർഗോഡ് അമേയ റോഡിലുള്ള സെലഫി സെന്ററുമായി നിങ്ങൾ ബന്ധപ്പെടണം. അതിനുള്ള ഫോം കിട്ടും. എല്ലാ നല്ലവരായ പെൺകുട്ടികൾക്കും നമുക്ക് കല്യാണം ഉണ്ടാക്കണം. ഒരു പെണ്ണിന്റെ വാപ്പയും കഷ്ടപ്പെടരുത്, ഒരാണും സ്ത്രീധനം വാങ്ങാൻ ഇടവരരുത്. എല്ലാ പെൺകുട്ടികളെയും നമുക്ക് കിട്ടിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന്റെ മാർഗത്തിലാണ്. ആയിരക്കണക്കിന് വിവാഹങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. കല്യാണങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള 100 കണക്കിന് യുവാക്കളുടെ ലിസ്റ്റ് എന്റെ ബാഗിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബന്ധപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും പറയാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കുന്നതെന്തോ അത് പറയുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകുമാറാകണമേ. വിവാഹത്തിന്റെ രംഗത്ത് വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന 10,000-കണക്കിന് പെൺകുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും നീ തീർത്തു കൊടുക്കുമാറാകണമേ. സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. അല്ലാഹുവേ, നീ കൽപ്പിച്ച പോലെ നിന്നെ മാത്രം ആരാധിക്കുവാൻ, നിന്നോട് മാത്രം ദുആ ചെയ്യുവാൻ, നിന്നോട് മാത്രം ഇസ്തിഗാസ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മദ്ഹബിൽ ഞങ്ങളെ നീ ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാകണമേ. ലളിതമായ വിവാഹം നടത്തുവാനും ലളിതമായ ജീവിതം നയിക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിലേക്ക് അവസരമുണ്ടാക്കിയ, ഉപദ്രവിച്ച, കല്ലെറിഞ്ഞ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കുമാറാകണമേ. പടച്ചവനെ, അവർക്ക് നീ വീണ്ടും വിചാരമുണ്ടാക്കുമാറാകണമേ. അവരെ സമൂഹത്തിന് ഉപകാരമുള്ള മക്കളായി നീ മാറ്റുമാറാകണമേ. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗ്ഗത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. അല്ലാഹുവേ, ഈ രാജ്യത്തെ സമാധാനപരമായി കൊണ്ടുപോകുവാൻ ഭരണകർത്താക്കൾക്കും നിയമപാലകർക്കും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർക്കും നീ അവസരം നൽകുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.